നാഗർഹോള ടൈഗർ റെസ്റ്റോറൻറ്റിൻ്റെ കീഴിലുള്ള നാനാച്ചി ജയലർ സഫാരിക്ക് ജിപ്സി സഫാരിക്ക് വന്നിട്ടുള്ളത്. കൂടിയതാ വൈഫും ചെക്കനും ഉണ്ട് കേട്ടോ. നാഗർഹോള ടൈഗർ റിസർവിൻ്റെ കീഴിൽ മെയിനായിട്ട് 3 സഫാരിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കാക്കനക്കോട്ടെ കബനി സഫാരിയും അതുപോലെ തന്നെ വീരന ഹോസള്ളി സഫാരിയും പിന്നെ ഈ നാനാച്ചിയിലെ ഈ സഫാരിയുമാണ് 3 സഫാരിയെ. അതിൽ ഈ നാനാച്ചി കുട്ടയിലുള്ള നാനാച്ചി ഗേറ്റിലെ സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേ ഇല്ല. ജെയിലാറിൻ്റെ സ്റ്റേ അല്ലാണ്ട് ജെയിലാറിൻ്റെ ജിപ്സി സഫാരി മാത്രമായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാട്ടിലൂടെ ജിപ്സിയിൽ യാത്ര ചെയ്ത് ഒരുപാട് മൃഗങ്ങളെയും ഈവൻ ടൈഗറിനെ വരെ ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് ഈ സഫാരിയിൽ പോയി കഴിഞ്ഞാൽ. ബാക്കിയുള്ള സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരന ഹോസള്ളി അതുപോലെ കാക്കനക്കോട്ടെ സഫാരി ജിപ്സി സഫാരി ജയലാറിൻ്റെ ജിപ്സി സഫാരി ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ സ്റ്റേ എടുത്തേ പറ്റും. നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുന്നതാണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇവിടുത്തെ റിസപ്ഷനിൽ കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ കുട്ടയ്ക്ക് പോകുന്ന റോഡിലൂടെ നമുക്ക് ഒരുപാട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് കാട്ടിലോട്ട് നമ്മൾ കയറുന്നത്. അപ്പോൾ കയറിയ പാടെ തന്നെ ഇതൊക്കെ സാമ്പാർ ഡീർ റോഡ് ക്രോസ് ചെയ്യുന്നൊരു അതിമനോഹരമായൊരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. ഈ യാത്രയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് എന്താ പറയുക മൃഗങ്ങളെയൊക്കെ കാണാനുള്ളൊരു അവസരം എന്ന് പറയാം. ഫാമിലിയായിട്ട് കുട്ടികൾക്കൊപ്പം വരുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കാരണം ഈ കബനിയിലെ സഫാരിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരുപാട് ബസ്സും അതുപോലെ ജിപ്സി സഫാരിയൊക്കെ കൂടുതലുള്ളവരെ നമുക്ക് അത്ര ഒരു പ്രൈവസി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര തിരക്കുള്ളൊരു സഫാരി പോയിൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു സൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റുമേ. നോക്കി സർപ്പൻറ്റികൾ എന്തിനോ പിടിച്ചു വെച്ചേക്കുവാണ്. ഈ എന്താ പറയുക പാമ്പോ അല്ലെങ്കിൽ ഫ്രോഗോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്താണേലും അമക്കി വെച്ചിട്ടുണ്ടത് നമുക്ക് കറക്റ്റ് കാണുന്നില്ല. ഈ ജിപ്സി തൊട്ടടുത്തെത്തിയിട്ട് പോലും നോക്കി സർപ്പൻറ്റികൾ അവിടുന്ന് മാറുന്നില്ലെന്നുള്ളതാണേ. എന്താ രസമല്ലേ കാണാൻ. നോക്കി എത്ര അടുത്ത് അതിൻ്റെ കളർ നോക്കിക്കേ. എന്തായാലും വളരെ കൗതുകമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ എല്ലാവരും അവിടെ നോക്കിയെങ്കിലും അതിൻ്റെ എന്താണ് ഇര എന്ന്, പാമ്പാണോ അതോ ഫ്രോഗാണോ എന്ത് ജീവിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിനെ ഒന്നും കാലം കൊണ്ട് അമക്കി വെച്ചേക്കാണത്. കാട് ഈ ചപ്പ് ചവറുകൾക്കിടയിലോട്ട് കയറിയതുകൊണ്ട് നമുക്കത് കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഒരാൾക്കൊരു പേടിയില്ലെന്നുള്ളതാണേ. നമ്മുടെ തൊട്ടടുത്താണ് ജിപ്സി തൊട്ടടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പോലും അത് പറന്നു പോകുന്നില്ലെന്നുള്ള. സാധാരണ വണ്ടിയുടെ അനക്കോ അല്ല നമ്മുടെ ആളിൻ്റെ ഒച്ചയോ കേട്ട് കഴിഞ്ഞാൽ ഇത് പറന്നു പോകുന്നതാണ്. എന്നാലും നമുക്ക് അടുത്തുനിന്ന് കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. എവിടെയോ അമക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടേ. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ 3-4 സാമ്പാർ ഡീറിൻ്റെ സൈറ്റിംഗാണ് നമുക്ക് കിട്ടിയത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നോക്കിക്ക് എല്ലാം ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് വയറും നിറച്ച് കാട്ടിലോട്ട് പോകാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. എപ്പോഴും അലർട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഒന്ന് പുല്ല് തിന്നും, പിന്നെ മേലെ നോക്കും സൗണ്ട് വല്ലതും ഉണ്ടോ എന്താ. കുറച്ചുകൂടെ അങ്ങോട്ട് അപ്പുറം സൈഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാട്ടുപോത്തിൻ്റെ കൂട്ടതയാണ് കേട്ടോ. കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സൈഡിൽ നോക്കി കാട്ടിലെ താറാവിൻ്റെ ഒരു കൂട്ടം തന്നെ പറയാം. അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കിക്ക് കുഞ്ഞ് ഈ കാട്ടുപോത്തിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ സൂമിങ് അത്രയും ഉള്ളതിനാലാണ് കേട്ടോ വളരെ വ്യക്തം നമുക്കാകുന്നില്ല. കാരണം നല്ല ദൂരത്തിലാണേ. എന്താണേലും ഒരു വലിയൊരു കൂട്ടം തന്നെയായിരുന്നേ. 2-3 ചെറിയ കുഞ്ഞുങ്ങളും അതിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ സൈഡിൽ നോക്കി എന്തുമാത്രം താറാവുകളായിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഒരു അടിപൊളി ഒരു സൈറ്റിങ് തന്നെ കേട്ടോ. ആഹാ, ഇതാരത് ക്രസ്റ്റഡ് സെർപ്പൻറ്റീകളാട്ടോ ഇരിക്കുന്നത്. അതെന്തോ കൊന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതിൻ്റെ ചെറിയ പക്ഷിയാണ്. അതിൻ്റെ കാല് നമുക്ക് കാണാനായിട്ട് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുമേ. മൈനയാണെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്ത് നോക്കിയിട്ട് മരത്തിൻ്റെ മേലെ ഒരു മയിലിരിക്കുന്നത്. എന്താണ് ടൈഗർ ഇറങ്ങിയതിൻ്റെ അറിയാനുണ്ട് കേട്ടോ. നല്ല അലാം കോഡും അതുപോലെ തന്നെ മാനുകളൊക്കെ നല്ല പേടിച്ചിട്ടാണ് ഉള്ളത്.
അങ്ങനെ ടൈഗർ സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു പുൽമേടിൽ സൈറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. 3-4 ആനയും കാട്ടുപോത്തും മാനും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ടൈഗർ സൈറ്റിംഗ് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ വെച്ച് വിടുവാണേ. കാരണം നമ്മുടെ ഈ കാട്ടിലൂടെയുള്ള ഈ സഫാരിയിൽ ലെപ്പേർഡ് അല്ലെങ്കിൽ ടൈഗറെ കിട്ടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ ആനയും സാമ്പാടിയറും അതിൻ്റെ ഇടയ്ക്ക് വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ലെന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏതായാലും ടൈഗർ അവിടെ നിന്ന് പോയി കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ ജയൻറ്റ് സ്ക്വയറിലാണ് കേട്ടോ, മലയണ്ണാനെയാണ് കാണാൻ പറ്റിയത്. എനിവേ നമ്മുടെ ചെക്കൻ എന്നാണല്ലോ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഈ മലയണ്ണാൻ്റെ എടുക്കാനായിട്ട് പറ്റി കേട്ടോ. ഈ മലയണ്ണാൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തളിർത്ത ഇലകളും അതുപോലെ ചെറിയ കാട്ടിലെ പഴവർഗ്ഗങ്ങളൊക്കെ തിന്നിട്ടാണ് കേട്ടോ ഇത് ജീവിക്കുന്നത്. ഇതിൻ്റെ കളർ നോക്കിക്ക് എന്ത് രസമാണ്. അങ്ങനെ എന്താണേലും ടൈഗർ അവിടുന്ന് ക്രോസ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് വരുമെന്നുള്ളതിന് വണ്ടികളെല്ലാം വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വണ്ടികളൊക്കെ അവിടുന്ന് മടുത്ത് പോയേ. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ഈ വണ്ടിക്കാർക്കെല്ലാം നല്ല അടിപൊളി ഒരു സൈറ്റിംഗ് കിട്ടിയെന്നാണ് പറഞ്ഞത്. റോഡ് ക്രോസ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റിംഗ്. ഇപ്പം ഇവിടുത്തെ ഈ ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈഗറിനോടൊപ്പം തന്നെ 2 കുട്ടികളും ഉണ്ടെന്നാണ് പറയുന്നത്. രാവിലത്തെ നമ്മളെടുത്തത് ഈവനിങ് സഫാരി ആയിരുന്നു, ബട്ട് മോർണിംഗ് സഫാരിയിൽ ടൈഗറിന് കുഞ്ഞുങ്ങളെ കിട്ടിയെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ ഏറെ സമയത്ത് നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഇത് കിട്ടി കേട്ടോ. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. നോക്കിക്ക് ആ പുല്ലിൻ്റെ ആ സൈഡിൽ, പുല്ലിൻ്റെ ആ കുറ്റിയുടെ ആ സൈഡിൽ നോക്കിക്ക് ടൈഗർ കിടക്കുന്നുണ്ടെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. എന്താണേലും അതിൻ്റെ വാലനങ്ങുന്ന കണ്ടുകൊണ്ടിരുന്നുണ്ട് നമ്മുടെ കൊടുക്കൽ. ഇതാ ഏതായാലും അവൻ എണീറ്റ് നടന്നുണ്ട്, വെള്ളം കുടിക്കാനാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഒരു സൈറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറയുടെ ചെറിയൊരു പരിമിതി കാരണമാണ് കേട്ടോ അത്രയും സൂമിങ് നമ്മുടെ ക്യാമറയ്ക്കുള്ളേ. നോക്കി വെള്ളത്തിൻ്റെ അതിൻ്റെ നിഴൽ നോക്കിക്ക് വെള്ളത്തിൽ വരെ കാണാനായിട്ട് പറ്റും. എന്താ സൈറ്റിംഗ് അല്ലേ. എനിക്ക് നാക്ക് നീട്ടി നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ 2 കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കൂടെ ഈ വെള്ളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ നടന്ന് നല്ല അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു പറഞ്ഞത്. എന്താണേലും കുഞ്ഞുങ്ങൾ സാധാരണ എന്താ പറയുക, നമ്മളെ എന്തെങ്കിലും അനക്കോ വണ്ടിയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ ഇറങ്ങി വരാറില്ല പൊതുവെ. നമ്മക്കടുവ അതിനെ ഒളിപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി പൊളിയായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ആന, കാട്ടുപോത്ത്, സാമ്പാടിയർ, മാന്, വൈൽഡ് ലങ്കൂർ, പിന്നെ ടൈഗറും ഒക്കെ ആയപ്പോഴത്തേന് നല്ലൊരു അടിപൊളി ഒരു സഫാരി തന്നെയായിരുന്നു. എന്നാണല്ലോ ചെക്കന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ കുട്ടികൾക്കൊപ്പം ഫാമിലിക്കൊപ്പം ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സഫാരി തന്നെയാണ് കേട്ടോ ഈ നാനാച്ചിയിലെ JLR ജിപ്സി സഫാരി. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ജിപ്സിയിൽ നല്ല പ്രൈവസിയിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഫുള്ള് ജിപ്സിയിൽ തന്നെ നമുക്ക് പോകാനും അതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരുപാട് അവസരമുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സൈറ്റിങ് കൂടുതൽ ചാൻസും നമുക്ക് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഈ നാനാച്ചിയിലെ സഫാരിയുടെ പ്രത്യേകത. എന്താണ് ടൈഗർ നോക്കിയിട്ട് നമ്മളെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് കാട്ടിലോത്തോട്ട് കയറി പോകാനുള്ള പരിപാടിയാണേ. എന്താണ് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്, അത് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് നിമിഷമാണ് സഫാരി തീരാനുള്ള 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് നമുക്ക് ഈ സൈറ്റിംഗ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ സഫാരി ഏകദേശം തീർന്നിരിക്കുകയാണ്. 6 മണി ആയി. അതുകൊണ്ട് തന്നെ 5 കടുവ ടൈഗർ സൈറ്റിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് ലേറ്റായിട്ടാണുള്ളത്. വണ്ടി ഏതായാലും നല്ല സ്പീഡിൽ വിടുവാണ്. അങ്ങനെ നമുക്ക് ഈ വൈൽഡ് ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല നമ്മുടെ ചീപ്പായതും അതുപോലെ തന്നെ ബെസ്റ്റുമായ ഒരു അടിപൊളി ഒരു പ്രോഗ്രാം തന്നെയാണ് കേട്ടോ ഈ JLRൻ്റെ ജിപ്സി സഫാരി നാനാച്ചി ഗേറ്റിലുള്ള. നമ്മൾ ഈ കാക്കനക്കോട്ടെ കബനി സഫാരിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ അടക്കമേ നമുക്ക് സഫാരിക്ക് ഓപ്ഷനുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ട് സഫാരി എത്തുന്നതിന് മുന്നേ തന്നെ കേട്ടോ. എന്നാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.